ആ ഓക്കെ ഓക്കെ. ഐസ്ക്രീം നമുക്ക് അവിടെ ചെന്നിട്ട് വാങ്ങാമേ. അകം വീണാലെനിക്ക് പുറം വീണാമെനക്ക് അവൾ പച്ചയില കാറ്റത്തിറിഞ്ഞിട്ട് പറയുന്നു. അകം വീണാലെനിക്ക് പുറം വീണാമെനക്ക് അകം വീണാലെനിക്ക് പുറം വീണാമെനക്ക് ആകാമെൻ്റെ അടങ്ങാത്ത കനവിൻ്റെ നറും പച്ച പുറമെൻ്റെ ഉറങ്ങാത്ത കൈകാമകൾ അകം വീണ അവൾക്ക് പുറം വീണാൽ അവൾക്ക് ടിക്കറ്റ് ടിക്കറ്റ് ഇവിടെ ടിക്കറ്റ് മായാവ് ടിക്കറ്റ് വിടും. ഇതൊന്നും എടുത്തായിട്ടോ. Balance. ഇതൊരു ട്രിപ്പായിട്ട് കൂട്ടണ്ട. ഇല്ല ആളിറങ്ങണം. മോളെ വാ ഇറങ്ങണം. ആ അത് പോട്ടെ, വേറെ വാങ്ങിക്കാം. ഞാൻ നടക്ക്. ഡോർ നിർത്തേക്കണേ. വീഴല്ലേ, പിടിച്ചിറങ്ങ. അവിടൊക്കെ കൊട്ടണമല്ലോ. ചേട്ടാ
1.5 കിലോ അരി, ഒരു തേങ്ങ, ഒരു ചെറിയ പാക്കറ്റ് വെളിച്ചെണ്ണ, 1/2 കിലോ സവാള, 100 പച്ചമുളക്, മീറ്റ് മസാല കൂടി എടുത്തു. മേപ്പോട്ടാർക്കും കയറിയായിരുന്നു. വരുന്നേ രാവിലെ എപ്പോഴാ മരമട്ടി ഇറങ്ങിയെന്ന്? പറയണേ പെണ്ണേ, അത്ര ഉള്ളു, പേടിച്ചു പോയല്ലോടി. പിന്നെ ഈ നാട്ടിൽ ആദ്യമായിട്ട് പ്രത്യേക പെണ്ണാണോ? കാര്യം ശരിയാ, വരാന്നൊക്കെ പറഞ്ഞ് പോകാണ്ടിരിക്കാൻ പറ്റുമോ പെണ്ണേ? മെകളിലും മരം വീണ് കിടക്കുവാന്നേ. ഒന്നുമില്ല, നീ ആശുപത്രിയിലല്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ? ഞാനങ്ങ് എത്തിക്കോളാന്ന്. എന്റെ മോളെ ധൈര്യമായിട്ടോ കേട്ടോ, ഞാൻ വൈകുന്നേരത്തേക്ക് എത്തിക്കോളാം. 6 മണിക്ക് നോക്കി വണ്ടി പഠിക്കണം. നട്ടല്ലൊടിക്കണേ. എന്റെ ചന്ദ്ര, ഈ ഫോൺ ഞാൻ എടുത്തില്ല, എന്റെ നഷ്ടൊടിഞ്ഞു പോയനടാ, അതുകൊണ്ടാ. കാലം കുറയല്ലേ കൂടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. നീ പഠിച്ചോളൂ കേട്ടോ. ഞാൻ കണ്ടില്ലടാ, ആശുപത്രിയിലുള്ള ഫോണാണ് കാരണേ. പെട്ടെന്ന് ടെൻഷൻ. കാലം നോക്കി എടാ. നീ ഇറങ്ങിക്കോ, നേരത്തെ. ഏത് പൂമോനാ പപ്പടോ കാലം നോക്കി. പൊന്നു സാറേ, ഇന്നലെ എന്നാ മഴയായിരുന്നു അറിയൂടെ. പോരെങ്കിൽ ഭയങ്കര ഇടിയും കാറ്റും. മണ്ണെല്ലാം ഒലിച്ച് താഴത്തേക്ക് പോകുന്നു. അത് തന്നെയല്ല, രണ്ടൊന്ന് മരവും വീണ് കിടക്കണ്ടേ വെള്ളക്കാറ്റ്. എന്നാ പിന്നെ സാറേ കാട്ടിക്കൂടെ കരയാൻ പൊക്കോ. ചുറ്റി വളഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ. മേളിലെ തൊട്ട് മുകളിലാണ് മരം വീണ് കിടക്കണത്. സാറേ, മേളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഞാൻ കൊണ്ടുവന്നേ കേട്ടോ. ആയിക്കോട്ടെ.
എന്താ രാത്രി ഒരു വിളി ഉറങ്ങിയിട്ടില്ല. ആ പട്ടികളുടെ കുരയും തൊലിഞ്ഞൊരു ഓരിയിടലും. ആ അടവടലാട്ടയാന്നല്ലേ, എങ്ങോട്ടെല്ലാം കയറി പോയെന്തോ. ഞാൻ ഇതിങ്ങ് എടുക്കാന്നേ. തന്നമ്മല് വിട്ടാ എന്നാ കെട്ടിയാടാ ചെള്ളു. മുകളിലോ വെങ്കായം ബീഫാണോ? അങ്ങോട്ട് കൊണ്ടു ചെന്നാൽ മതി. ഞാൻ 3-4 ദിവസം മുമ്പ് മേടിച്ച മീൻ ഇപ്പോഴും ഫ്രീസിനകത്തിരിക്കുക. എന്നെ തൊടിച്ചിട്ടില്ല അവൻ. ഞാൻ പോയേക്കുവാ. ജീപ്പും കൂടെ അല്ലേ? ഞാൻ രാജയെ വിളിച്ചായിരുന്നു. സൂക്ഷിച്ചു പോണേ. ആ പരുന്ത് പറക്കണ താഴെ ചോര ഉണ്ടായിരുന്നു. എന്താ ഇറ്റവിടെ ഉണ്ട്. റോഡ് വെച്ചേ ഒന്നാമത് സമ്മതിക്കല. കട്ടിയെങ്കിൽ കട്ടി. എന്തൊരു ജീവടേ ഇത്. അവരാഴ്ച സ്ഥലം തന്നെ പറയാതിരിക്കാൻ മേല. अगं इशी गोंधळ घाल नका. तो नतने मक्कांग सुकून दमचाक जातल वे वर्दी का पान वे आव सकाळ दंगा पाव തോടോ ചെന്ന ഉറപ്പ്. മനസ്സാറേ അവനിപ്പോ കയറും. സ്ഥിരം പരിപാടിയല്ലേ. വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് വലിയ കാര്യം. എനിക്കാണ് നാളെ ഒരു കല്യാണം ഉള്ളത്. കയറുമല്ലേ? ഉച്ചക്കലത്തേക്കുള്ളതും വൈകിട്ടത്തേക്കുള്ളതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കറി കണ്ണിന് എന്താ പറ്റിയേ? അത് വരുന്നതായിരിക്കും പഠിച്ചു. മൊബൈൽ ഫോണായാലും കുഴപ്പമില്ല, അവരാണ് കവർ ചെയ്യാൻ പറയുക. കാരണം ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. എന്തെങ്കിലും കേസ് എടുത്ത് കഴിഞ്ഞാൽ പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. മാക്സിമം കവർ ചെയ്യുക. അതുപോലെ എല്ലാവരും ഈ ഹെൽമെറ്റും റൈറ്റ് ഷീൽഡും എല്ലാം കരുതണം. ഈ പ്രൊസഷൻ തീരുന്നവരെല്ലാം പാർട്ടി അവിടെ കാണണം. ജസ്റ്റ് അവിടെ വന്നു കഴിഞ്ഞ ശേഷം എല്ലാവരും മടങ്ങുന്ന സാഹചര്യമുണ്ട്. അതുണ്ടാവാൻ പാടില്ല. ഞാൻ വന്ന് നോക്കുന്നുണ്ട്. അല്ല ആബ്സെന്റ് ആണെങ്കിൽ അവർക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടാവുന്നതായിരിക്കും. കൃത്യമായിട്ട് റിപ്രസൻസ് കാണുക. ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ അറിയിക്കും. എൻ്റെ മെസ്സേജ് കിട്ടിയതിന് ശേഷം ക്ലോസ് ചെയ്താൽ മതി. ചായ വെക്കണോ സാറേ? സാർ
റിപ്പീറ്റർ ആൻസറിങ്. ഓവർ. ക്ലിയർ ആണ്. ഓവർ. മുണ്ടക്കൈ റിപ്പീറ്റർ. മുണ്ടക്കൈ റിപ്പീറ്റർ. മുണ്ടക്കയം ആൻസറിങ് സർ. ഓവർ. സെറ്റ് ക്ലിയർ ആണോ? ഓവർ. മുണ്ടക്കയം ആൻസറിങ്. മുണ്ടക്കയം ആൻസറിങ്. സെറ്റ് ക്ലിയർ ആണ്. സെറ്റ് ക്ലിയർ ആണ് സർ. ഓവർ. ജേവ് കെ ദിവ്ന. വിശക്കുന്നില്ല. സാറേ, സാറേ ചായ. വേണ്ട സാറേ, ഞാൻ രാവിലെ ഒന്ന് കുടിച്ചായിരുന്നു. ഇടിവിട്ടേറ്റവനെ പാമ്പ് കടിക്കണ അവസ്ഥ. രാത്രി മുഴുവൻ മെഷ് അടിച്ചിട്ട് രാവിലെ ആൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ഞാൻ ഒരിടത്തിനെ ചവിട്ടേണ്ടതായിരുന്നു. അതെ, ഇത് പോലീസിന്റെ ഏറ്റും കൊടുക്കാൻ പറ്റില്ല സാറേ. ചാച്ച വണ്ടിയുടെ ജോലി ആയിരുന്നേ. മമ്മിക്ക് ഇവിടേക്ക് ഒന്ന് കണ്ടാ കൊള്ളാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇറങ്ങിക്കോളാം. താക്കോൽ വരുന്ന വഴി ഇവിടെ പോയെന്നു ഞാൻ നോക്കിയിട്ട് വരാം മമ്മി. നീ ഇത് കണ്ടോ? അങ്ങോട്ട് നോക്കി. പിന്നെ പറ്റാണല്ലേ. അതെ, നിങ്ങൾക്ക് അകത്തേക്ക് അകത്തേക്ക് കാറ്റ് അകത്തേക്ക് അത് നോക്കാം നോക്കാം. അകത്തേക്ക് ചേച്ചി അകത്തേക്ക് സ്റ്റെപ്പ് പോകും സാറേ. അകത്ത് കസേരയിട്ടില്ല. ചെറിയ കാറ്റും മഴയൊക്കെ വരും. സാർ എപ്പോഴാണ് വർക്ക് ചെയ്ത്? 10 വർഷം മുമ്പാണ് കല്യാണത്തിനും. ഇപ്പോഴും പറയുമായിരുന്നു കാറ്റും മഴയും തണുപ്പും ഇപ്പോഴും വന്നോന്നാണ്. ഫോണ് ഇല്ലല്ലോ, ഫോൺ റേഞ്ച് ഇല്ല. ഫോൺ പിടിക്കണ്ട. മോനെ ജോമോനെന്ന് വിളിച്ചു നോക്കി. എവിടെയാണ്?
ചേച്ചി അവിടെ ഇരിക്കുക ചേച്ചി. ചേച്ചി അങ്ങ് പോകണ്ട. കാണ്ടേ ചേച്ചി ചേച്ചി ഒന്നുമില്ല. മേലുകാവ് PS പുഞ്ചിറ. ആ സാറേ, ഇവിടെ ഒരു പയ്യൻ മിന്നലേറ്റ് മരിച്ചിട്ടുണ്ട് സാർ. ഓർ സാറേ, നാളത്തേക്കുള്ള ലീസ്റ്റ് അയച്ചിട്ടില്ലെങ്കിലേ എനിക്കൊരു 2 പാക്കറ്റ് സിഗരറ്റും കൂടി വേണമെന്ന് അയച്ചു. ലിസ്റ്റൊക്കെ ഞാൻ ഉച്ചയ്ക്ക് അയച്ചതാ. അവ ഇതുവരെ നോക്കിയിട്ടും കൂടിയില്ല. കൺട്രോൾ ആൻസറിംഗ്. സർ മെഷ് ഉണ്ടോ? സെറ്റ് ക്ലിയർ ആണോ? സെറ്റ് ക്ലിയർ ആണ്, മെഷ് ഒന്നുമില്ല. മധു സാറേ, മധു സാറേ, ഞാൻ ഇറങ്ങുവാ. അവൻ വരുമ്പോ മറിഞ്ഞ ഏരിയലിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. ആ സെറ്റൂടെ ഒന്ന് വാച്ച് ചെയ്തേക്കണേ. നോക്കിക്കോളാം.
ख्याल आता है जैसे तुझको बनाया गया है ഞാനേ കുറച്ച് ദിവസം കൊണ്ട് വിളിക്കാം കേട്ടോ കയറട്ടെ. അല്ല എന്നെ വിളിച്ചാൽ കിട്ടില്ല, ആകെ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ റേഞ്ച് കേട്ടോ. ഓക്കെ. മുത്തേ രാവിലെ ഒരു ഒന്നടിച്ചാലാ. ഇന്നലെ ഒരു പയ്യന് ഇടിമില്ലടിച്ച് മരിച്ചാണ്. ഒരു വക കഴിക്കാൻ പറ്റില്ല, പോരാത്തിന് വെങ്കായത്തിന്റെ മൈര് തക്കാളി കറി. ഷാജി പറഞ്ഞായിരുന്നു. നീ എന്നെ ഇന്നലെ പറഞ്ഞ കറച്ച് ഇട്ടിട്ടാ. ഇതെന്താണ് സ്പെഷ്യൽ? മലകറി വന്നപ്പോ നല്ല വിശപ്പാണ്. കൊള്ളാട്ടോ. എന്തോറ്റി? ഞാൻ പറഞ്ഞോ മയില് അച്ചക്കൻ്റെ കരിൻ്റെ മാംസമാണ് മനസ്സിലോട്ട് വന്നത്. എന്നെ കൂട്ട് ആർക്കാക്കട്ടെ. മയില് മനസ്സിനൊന്നും പോണില്ല. നാലാം നാളെ നിങ്ങൾക്ക് എന്തിനാ നട്ടപ്പാതരായി ബായിക്കൂടെ കൂടെ കള്ളനാണ് മേടിച്ച് കാട്ടിക്കൂടെ ഒക്കെ ഇറങ്ങി. 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ തലേന്ന് മുങ്ങിയ. ഒരു ആൻറ്റി ഒടിഞ്ഞു കിട്ടിട്ടുണ്ട്. വെങ്കായം പോകുന്നിടത്ത് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അതല്ലേ ഇങ്ങനെ മെച്ചടിക്കുന്നത്. അവൻ്റെ തൻ്റെ കുണം കാണിച്ചേ പോകുള്ളൂ. എവിടെ കൊലം പഴുത്തില്ലേ? സാറേ അയ്യല്ലോ ശരി. എവിടെ ഇന്നലെ കയറാതിന് വേറെ കാരണങ്ങളുണ്ട്. നിശ്ചയത്തിനല്ലേ ഒന്ന് കയറാവുന്ന വെങ്കായത്തിനോട് ചോദിച്ചപ്പോൾ അവൻ്റെ അമ്പലത്തിൽ ഉത്സവമാണ്. അവന് ചെറിയ പണി കൊടുത്ത. അവനങ്ങനെ കള്ളൊന്നും പറയത്തില്ലല്ലോ. അവന് ഉടായ്പിനെ കൈയും കാലും വെച്ചോനാ. ആൻസറിങ് അവിടെ ഇവിടെ ഒരു ആന്റിന കംപ്ലൈന്റ് ആണ്, ശരിയായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ശരിയാവും. ഓവർ. സാറിനിപ്പോ മനസ്സിലായോ? മനപ്പൂർവ്വം എനിക്കിട്ട് പറയാൻ. സാറാ സാർ ഇവിടെ അവിടെ കുത്തിക്കോ സാർ. ആ സാർ. പിടിച്ചോട്ടോ. മതിയാ? ആ അയച്ചോ. അറേ പിങ്കയുടെ വെടി തീർന്നിട്ടോ.
ഞാൻ ഇറങ്ങുവാണേ. ആ സെറ്റ് നോക്കിയേക്കണേ. അടിപൊളി ബീഫാണ്ടാ. എടുക്കല്ലേ? വേണ്ട, വയറ് ശരിയാവില്ല. പഴം മതി. അതിന്റെ സബോർഡിനേറ്റ് അല്ലേ? നീ ഒന്ന് പറയുന്ന മനസ്സിലാക്കി. സൗണ്ട് കേട്ടിട്ട് ആ ബ്രാവോ പോറാൻ തോന്നി. എല്ലാരും ടൈറ്റ് ചെയ്ത് പോലിയ. വീട്ടിൽ ഇതാവസ്ഥ. അല്ല, ആ കൊടുത്തുവിട്ട അളവ് ഗ്ലോസ് കണ്ടായിരുന്നു. വേറെ എന്തിൻ്റെ അളവ് കിട്ടിയില്ല കേട്ടോ. ആ തലേന്ന് പോലെ ലീവ് വെച്ചിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് കൂടുതൽ ലീവ് കിട്ടിയിട്ടില്ല കാര്യമുള്ളൂ. ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. അതെ, ഇവിടെ നിന്ന് അനാവശ്യ പരിപാടിയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. എന്ത് കാണിച്ചൊന്നു? എന്താ ഇവിടെ ഇരിക്കാൻ പറ്റില്ലേ? ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ചേട്ടൻ വലിയ സദാചാര പോലീസ് ഒന്നും കളിക്കണ്ട. ഞങ്ങൾക്ക് പ്രായപൂർത്തിയായതാണ്. ഇത് കേരളമാണ്.
ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കും നടക്കുകയൊക്കെ ചെയ്യാം. നീയൊക്കെ എവിടെ വേണമെങ്കിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തോ, ഇവിടെ പറ്റത്തില്ല. ഇത് പോലീസിന്റെ സ്ഥലമാണ്. ഇയാൾ പോലീസ് ആണെങ്കിലേ യൂണിഫോം ഇട്ട് നിൽക്കണം. ഞാൻ കഴിച്ചറിയണോ? വിട്ടോളാം, വിട്ടോ. ചെല്ലു ചെല്ലു പോടാ. യൂണിഫോം സാറേ, സാറ് എന്തിന്റെ കടപ്പം? ഇന്ന് സുഖം പിടിച്ച് വരുമായിരുന്നു. ഒരു മാസം കഴിഞ്ഞ് ഈ സുഖം സ്വന്തമായിട്ട് പിടിച്ചെടുത്താൽ പിന്നെ ഇതിനെ മറ്റുള്ളവരെ വിളിച്ച് നോക്കണം. സാറേ, ഈ സ്ഥലത്തിന്റെ ഐതിഹ്യമുണ്ട്. എന്താണെന്നറിയോ? ഐതിഹ്യമുണ്ട, പണ്ട് പാർവതിദേവി കുളിച്ചോണ്ടിരുന്നപ്പോ ദേവന്മാർ മരത്തിനിടയ്ക്ക് കുളിഞ്ഞു പോകും. ഇത് കണ്ട ശിവൻ നീ ഈ പ്രദേശത്ത് മരങ്ങളുണ്ടാകും ഓട്ടം കൊണ്ട് ശാപിച്ചു. അങ്ങനെയാണ് ഈ കുന്നിൻ്റെ മുകളിലൊക്കെ മരങ്ങളില്ലാണ്ടായി ഇവിടെ ഇല വീഴ പൂഞ്ചിരയായി. പിന്നെ ഈ ദേവന്മാർക്ക് ഭാര്യമാരില്ലാത്തതുകൊണ്ടല്ലോ അവർ ഒളിഞ്ഞു നോക്കിയ. പിന്നെ എന്തിനാണ് സാറേ ഈ പാവത്തിന് എപ്പോഴും കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ശരിക്കും ശപിക്കേണ്ട മരങ്ങളല്ലല്ലോ. അമ്മായിരെ ലോഗ് പോലും എഴുതാണ്ട് പോയത്. ഈ സേവയുണ്ട്. ഇങ്ങനെയാണോ വണ്ടി കൊണ്ട് കൊടുത്തുന്നത്? സോറി സാർ. എന്ത് സോറി. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ നിന്നെ കൊണ്ട് തന്നെ മുടക്കിക്കും. നിങ്ങൾ എപ്പോഴാണ് സംഭവം? ഇത് 4 മണിയായി. നിങ്ങൾ വർക്കിംഗ് അല്ലേ? സാർ മിന്നലടിച്ച് താഴ്ത്തായിട്ടാണ്. മൊബൈലിന് റേഞ്ച് ഇല്ലല്ലോ ഇവിടെ? സാർ ആ പാറപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിൽ BSNL റേഞ്ച് കിട്ടും. സാർ, ഇവിടെ ആദ്യമായിട്ടാണ്. അതെ സാറേ. നല്ല കാണിച്ചു നമ്പർ. എവിടെ വീട്? തൃശ്ശൂർ സാറേ. ഞാൻ അവരോട് സംസാരിച്ചായിരുന്നു. ഫാമിലി കൗൺസിലിംഗ് അവളീ കാണിച്ചൊന്നും പോരെ. നീ എന്ത് കൗൺസിലിംഗ്? 2-3 ഇല്ലേ? 5 കിലോ കാണാൻ പറ്റും. നമ്മളിപ്പോ 3200 മുകളിലാണ് നിൽക്കുന്നത്. ഇത് പിന്നെ ഇതുണ്ടോ, ഇതാണ് കോട്ടയം ഇടുക്കി ബോർഡർ. നമ്മളിരിക്കുന്ന കോട്ടയത്ത്, അവർ ഇടുക്കിയിലിരിക്കുന്നത്. പിന്നെ ഇതാ കാണുന്നുണ്ട്, അതാണ് മലങ്കര ഡാം. അതിൻ്റെ അപ്പുറത്ത് അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ഇരിക്കുന്നതാണ് തൊടുപുഴ. രാത്രി കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ കാണാൻ പറ്റും. മഞ്ഞു മാറിയ ബുർജ് ഖലീഫയും കാണാൻ പറ്റുമെന്ന് ഓ ആ സാറേ, ഒരു നാരങ്ങളും കുടിക്കാം. ഒരെണ്ണം കന്നേക്കോ സാറേ? ഓ സാറേ, ഒന്നും തോന്നല്ലേ, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിന് തെറി വിളിക്കാനിരിക്കുക. അങ്ങേര് നിങ്ങൾ ശരിക്കും എൻ്റെ അടുക്കലാണോ അവളുടെ അടുക്കലോ? അങ്ങേരുടെ ഭാര്യ ഒരു ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോയത്. അതിൽ പിന്നെ ഡ്രൈവർമാരെ കാണുന്ന വിളി കഴപ്പ. കടുംപെട്ടാണല്ലേ? എന്ത് ആണോന്ന്
ഇല്ലാത്തവനാ ഊണ ഊക്ക ഉറക്കം. ഏത് കുടുംബം എന്ന് പറഞ്ഞാലും വല്ലണ്ട് കിടന്ന് നോക്കുന്നത് ഞാൻ ഒരു മൈലും കൊടുക്കത്തില്ല. അതങ്ങ് ആറ്റി പോയി പറഞ്ഞാൽ മതി. ആ കൊച്ചിൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിലിട്ട് ഉണ്ടാക്കണ്ട, എനിക്കറിയാം. അത് എന്തോന്ന് അമ്മായിപ്പല അങ്ങ് എൻ്റെ ഞാൻ വല്ല പറയും കേട്ടാ. സെൽഫി ആണോ? കിട്ടുണ്ടോ? നടക്കില്ല. ടൂറൊന്നുമല്ല കേട്ടാ, ഫോട്ടോ എടുത്ത് കളിക്കാൻ. ഇളകി ഇളകി ഈ കാലമാണ് വെറുപ്പാണ് ഇന്ന്. തൽക്കാലം ഞാൻ പറയുന്നത് കേക്ക്. 24 മൊബൈൽ ആൻസറിങ്. ശരി, ഞാൻ നാളെ വന്നോ. ക്ലിയർ ആണ് അറിയിക്കാം സാറേ. ഡെൽറ്റ അദ്ദേഹത്തെ ഒന്ന് ഫോണിൽ വിളിക്കാൻ അറിയിക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം കേട്ടോ, ഞാൻ വിളിക്കാം. എടുക്ക് സാറേ, ഞാൻ കുടിച്ചോളാം. നീ അല്ല ഞങ്ങൾ കുടിക്കുന്നുണ്ട്, ഇനി അത് മതി. സാർ ഞാൻ പൂജറിലാണ്, പെട്ടെന്ന് വന്നോളാം. ശരി സാർ, വണ്ടി എടുക്ക്. ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ പോ. ചോക്കർ. സാറേ എണ്ണിക്കോ. ഫുള്ളാണോ? അടിച്ചിരിക്കണായിരുന്നു. ശരി, അടിച്ചിരിക്കണായിരുന്നു 5. 5. ഓൾ സ്റ്റേഷൻസ് കൺട്രോൾ ആൻസറിംഗ്. എല്ലാ സ്റ്റേഷൻ ശ്രദ്ധിക്കുക. മേലുകാവ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു സ്ത്രീയുടെ നിന്നും തോന്നിക്കുന്ന കൈപ്പത്തി കണ്ടുകിട്ടിയിട്ടുണ്ട്. മറ്റ് ശരീരഭാഗങ്ങള് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണാൻ സാധ്യതയുള്ളതിനാൽ അന്വേഷണം എല്ലാ സ്റ്റേഷൻ പരിധിയിലും ഊർജിതമാക്കുന്നതിനായിട്ട് ടൈഗർ അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്റ്റേഷൻ ക്ലിയർ ആതെ ഉണ്ടെങ്കിൽ കൺട്രോളിനെ വിളിക്കുക. ഓവർ. അത് വല്ല ബംഗാളികളായിരിക്കും. അവന്മാർക്ക് ഇത്ര ബ്രൂട്ടിലൊക്കെ ചെയ്യാൻ പറ്റും. സാറിനും തോന്നുന്നു അന്വേഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവർ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ജോലിക്ക് വെക്കില്ലേ, ക്യാമ്പ് വില്ലിങ്ങിന് പോകും. കഴിച്ചിട്ടിരിക്കാം സാർ. ഒരു കളി കൂടി കളിക്കും. കഴിച്ചിട്ട് നീ അവിടെ ചങ്ങല പോടുത്ത് മാറ്റിയായിരുന്നോ? സാറ് കയറെടുത്തു, നമ്മൾ കിട്ടുവരാം. ആരെങ്കിലൊക്കെ വന്നല്ലേ രസമുണ്ട്. ഹലോ, ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല. വിട്ടോ, അത് പോലീസിന്റെ ഏരിയ ആണിത്. അവരൊക്കെ വിളിച്ച് സ്ഥലം വിട്ടു. തന്റെ പെർമിഷൻ ആണോ? അവിടെ വേണം പെർമിഷൻ വേണം, അതുകൊണ്ടല്ലേ വന്നത്. പോലീസാണോ? ഐഡിയ ഐഡിയ ഉണ്ടെങ്കിൽ നീ അത് വീട്ടിൽ പോകില്ല. വിട്ടേ, കുപ്പി വലിയൊന്നും നടക്കൂല ഇവിടെ. ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട്. വിട്ടോ ഗൈസ്, അവിടെ നിൽക്കാൻ പാടില്ല. ഇങ്ങനെ കയറുന്നേ നിങ്ങളോടല്ലേ പറഞ്ഞേ? ഇവിടെ വെള്ളോടി പരിപാടി നടക്കൂല ഇവിടെ. കോട്ടയം ജില്ലയിലെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. വീഡിയോക്ക് പെർമിഷൻ ഒന്നും ഇല്ല ഇവിടെ. കണ്ടോ ഗൈസ്, നമ്മൾ 235 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് 13 കിലോമീറ്റർ ഗൈസ് നമ്മൾ ഓഫ് റോഡ് ഓടിച്ചിട്ടാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് ഗൈസ്. ഈ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളെ മുൻപരിചയമില്ല എനിക്ക് നിങ്ങൾ വൈരാഗ്യമില്ല. മാറിയത് കണ്ടോ ഗൈസ്. സഹോദര എന്നാണ് കേരള പോലീസ് നമ്മളെ വിളിക്കുന്നത്. ഇയാള് പോലീസാണെന്നാണ് ഗൈസ് പറയുന്നത്. ഈ കാവിമുണ്ടും ബനിയനുമായിട്ടുള്ള ഒരു പോലീസുകാരനെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ ഗൈസ്. ഇത് എന്തൊരു തെമ്മാടിത്തരാണ് ഗൈസ്. ഇത് കേരള പോലീസിന്റെ തെമ്മാടിത്തരല്ലേ? കേരളം കത്തണം ഗൈസ്, കേരളം കത്തണം. നമ്മളെ കണ്ണൂടെ പറയാനുള്ള പരിപാടിയാണ്. അവന്റെ ബ്ലോഗർമാര് വണ്ടി അടിച്ചു പോണ ഉള്ളേ. നിന്നൊക്കെ കണ്ടോളാ.
അവന്റെ ബ്ലോഗർ അതൊക്കെ ന്യായീകരണം. യെസ് ഗൈസ്, നമ്മളിവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. ഹായ് ഗൈസ്, നമ്മൾ ഈ ഇലവിട പൂഞ്ചറിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. വളരെ വിഷമത്തോടു കൂടിയാണ് ഗൈസ്. വെറുതെ കുപ്പികുട്ടികളുണ്ടായിരുന്നു. വല്ലവന്റെ ഊപ്പിത്തിന് നിർത്ത് സാറേ. ആരാണ് ആദ്യം കണ്ടത്? ആന്റണി, ഇളകി വിളിക്കും. നിങ്ങളെപ്പോഴാണ് കണ്ടത്? രാവിലെ കട തുറക്കാൻ വരുമ്പോഴാണ് ഞാൻ കണ്ടത് സാറേ. ഇന്നലെ രാത്രി പരിചയമില്ലാത്ത ആരെങ്കിലും ഇവിടെ നിൽക്കുന്ന കണ്ടിരുന്നോ? ഇന്നലെ കാറ്റും മഴ കാരണം ഞാൻ നേരത്തെ കട അടച്ചു സാറേ. സാറേ എവിടെന്നെങ്കിലും വല്ലതും പട്ടിയോ മറ്റോ കടിച്ചുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് സാർ. എനി ക്ലൂസ്? സാർ ഇതുവരെയും ക്ലൂസ് ഒന്നും കിട്ടിയിട്ടില്ല. ടീം നോക്കുന്നുണ്ട് സാർ. ഫോറൻസിക് ടീമിനെ ഞാൻ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതുവരെയും ക്ലൂസ് ഒന്നും ആയിട്ടില്ല സാർ. അതിൻ്റെ പുറകെ സാറേ ലെൻസ് സാറേ അതൊന്ന് കണ്ടോ? താഴെവശം 2 ദിവസം പഴക്കൊന്നും ഒരു സ്ത്രീയുടെ ഏജ് മേ ബി ബിറ്റ്വീൻ 30 or 32. മുറിച്ചിരിക്കുന്നത് ഏതോ ഒരു ഷാർപ്പായിട്ടുള്ള ആയുധം വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മഴു കൈക്കോടാലി അതേ കിട്ടുന്നത്. പിന്നെ ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കാനാവണം ടിപ്സിൽ നിന്ന് സ്കിൻ റിമൂവ് ചെയ്തു. എത്രയും പെട്ടെന്ന് ആളെ ഐഡന്റിഫൈ ചെയ്യണം സാർ. ഇവിടെയും തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റിൽ 25-30 വയസ്സിനടുത്തുള്ള എല്ലാ വിമൻ മിസ്സിംഗ് കേസ് വെരിഫൈ ചെയ്യണം സാർ. പിന്നെ പാർട്സ് കിട്ടുന്ന എല്ലാ ലൊക്കേഷനിലും ടവർ ഡബിങ് ചെയ്യണം സാർ. ആ വെസിനിറ്റിയിൽ എവിടെയെങ്കിലും CCTV ക്യാമറ ഉണ്ടെങ്കിൽ അതും നോക്കാം. ഓക്കെ സാർ. ഇതൊന്നും മറന്നില്ലേ? മനുഷ്യന്റെ വിളിക്കുന്ന കുടലും വയറിന്റെ മറ്റു ഭാഗങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കുന്നതിനായി ഫോറൻസിക്കിന്റെ സേവനം അടിയന്തരമായി ആവശ്യമാണ്. വായിച്ചിട്ടുണ്ട്. കേട്ടുണ്ടെങ്കിൽ ചോറിന് പറ. ബാബാ ആരതേ പട്ടി കുഴിമന്ന് കല്ലിലേക്ക് എടുത്ത് വെച്ചില്ലെങ്കിലേ പട്ടിക്ക് നെയ്മ സാറത് തോക്കൊക്കെ ആയിട്ട് മാവോയിസ്റ്റ് കൊള്ളയല്ലേ ചുമ്മാ. അമ്പോ ഇതന്നെ സാറേ തോക്കൊക്കെ ആയിട്ട്. നിങ്ങൾ രണ്ടിനും കൂടെ തട്ടുന്നാലിങ്ങനെ. നന്നായി. എന്റെ പൊന്ന സാറേ, ഈ വയസ്സാം കാലത്ത് ഇപ്പോഴൊരു കുഞ്ഞിക്കാല് കാണാൻ പോണത്.
ഇവനെന്തോ ഭയങ്കര ഇടച്ചിൽ കാണിക്കുന്നു. ഈ രാവിലെ കഴിച്ചെന്തോ വയറ്റി പിടിച്ചിരുന്നു ഒന്ന് അപ്പിട്ടിട്ട് 10,000 മുടക്കി കഴിഞ്ഞ ആഴ്ച ഇറക്കൊണ്ട് വന്നു. നീ ഇവിടെ എന്നാ പറ്റിയത്? എന്തോ ദുരിതാണ്. ഇതെന്നാ പണിയാണോ? എന്താണ് സാറേ തല്ലിപ്പൊളിക്കോ? തൂറാനും സമ്മതിക്കൂലേ? അത് ഞാൻ മറന്നു പറ്റേ. താങ്ക് യു. സാറേ നമ്മുടെ ഈ താഴ്ന്ന കണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല സാറേ? ഞാൻ ഉച്ചപോലെ കേൾക്കുന്നുണ്ട്. എൻ്റെ വണ്ടി ശരിയായില്ലേ? എന്തായാലും വർഷം കാണിക്കണം സാറേ. ഒന്നാമത് കടവും കടത്തിന്റെ കൂടെ, അതിനിടയ്ക്ക് പെണ്ണിന്റെ പേരും പ്രസവം കൂടി. നല്ല സമയം എന്തായാലും. മുണ്ടൊക്കെ നനഞ്ഞു. നിങ്ങളുടെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 25-നും 40 വയസ്സിനിടയിലുള്ള മിസ്സിംഗ് കേസിലെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് DCOയിലോട്ട് മെയിൽ ചെയ്യുക. ഏതെങ്കിലും സ്റ്റേഷനിൽ ഇൻഫർമേഷൻ പഠിക്കാറുണ്ടെങ്കിൽ ഇൻഫർമേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ അറിയിക്കുക. പോലീസുകാരാണ്. ചാർജിൽ എന്റെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ അറിയിക്കുക. സാർ ഉടനെ അറിയിച്ചോളാം. സാർ ഉടനെ അറിയിച്ചോളാം.
എന്നാ പിന്നെ സാറേ ഞാൻ ഇറങ്ങട്ടെ. സാറേ ചേട്ടല്ല കിടക്കണ്ടോ അവിടെ? ചേർട്ടില്ലടാ, അത്ര പ്രാവശ്യം അവിടെ. ആയിക്കോട്ടെ, ശരിയാണ്. ആടാ 2 റൗണ്ട് ഇരിക്കപ്പാ. ഇല്ല സാറേ, എന്തായാലും വയറിന് ഭയങ്കര വേദന. ഒരടിച്ചാൽ മതി, മാറിക്കോളൂ. ഇല്ല സാറേ, ഒരു മൂടില്ല സാറേ. പിന്നെ കുറേ എഴുതാനുണ്ട്. വേണ്ട, നീ വിളിക്കുമ്പോൾ ഞാൻ വന്ന് വിളിക്കാറുണ്ടല്ലോ. വാ വാ. ആ പട്ടിയുടെ ബോഡി കണ്ടതിന് ശേഷം അത് ഡാർക്കായി. കളി ചോക്കട്ടാണ് വിടത്. പക്ഷേ ശ്രദ്ധിച്ചില്ല. കളിയായിരുന്നു ഫുള്ളാണ്. എങ്ങനെയടി? നല്ല കുത്ത്. കൺട്രോൾ 23 മൊബൈൽ. 23 മൊബൈൽ. സർ, പിന്നാക്കനാട് ഭാഗത്ത് ലഭിച്ച മരണപ്പെട്ട സ്ത്രീയുടെ ശരീരഭാഗങ്ങളുമായി മെഡിക്കൽ കോളേജിലേക്ക് പോവാണ് സർ. ക്ലിയർ ആണ്. സാറ് പറഞ്ഞല്ലേ ബംഗാളി ആയിരിക്കും. മരിച്ച സ്ത്രീ ആരെന്നറിയുമ്പോൾ പ്രതിയെ കിട്ടും. അപ്പം അറിയാലോ അത് ബംഗാളിയാണോ മലയാളിയാണെന്ന്. സാറിനെന്താ ഈ കേസിൽ ഇത്ര ക്യൂരിയോസിറ്റി? ഒരു കൊലപാതക വാർത്ത കേട്ടല്ലേ, നിനക്ക് എന്തറിയാൻ താല്പര്യം? എനിക്ക് പ്രതി ആരാന്നറിയണം. പക്ഷെ എനിക്കതല്ല, കൊല്ലാനൊരു കാരണമുണ്ടാവും, അതറിയാനാണ്. അയ്യോ, കറണ്ട് പോയി. ബാറ്ററി ബാക്ക് പോറോ? ഞാൻ ആ ജനറേറ്റർ ഒന്ന് ഓൺ ചെയ്ത് പറ്റേ. എന്റെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ അറിയിക്കുക. സാറേ, ആ ഫോണൊന്നും തരും. എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല, സൊസൈറ്റിയിലോട്ട് വിളിക്കാനാണ്.
അല്ല ഇതിന്ന് കോളൊന്നുമില്ലല്ലോ. ആണോ നോക്കട്ടെ. ഇല്ല സാർ, ഇതുവരെ ലീഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഏകദേശം ബോഡി പാർട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരു കൈപ്പത്തി മാത്രം മിസ്സിംഗ് ആണ് സാർ. സാർ, മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത വളരെ ചെറിയ പീസുകളാണ്. അതുകൊണ്ടാണ് ഐഡന്റിഫിക്കേഷൻ ടൈം എടുക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റും. ഷുവർ സാർ, ഐ വിൽ കീപ് യു അപ്ഡേറ്റഡ്. ഇവിടെ മറ്റേ ആ ടവർ ഡബിങ് എന്തായി? സാർ 10-15 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് സാർ ഈ ബോഡി പാർട്സ് എല്ലാം കിട്ടിയിരിക്കുന്നത്. പിന്നെ ബോഡിക്ക് ഒരു 4 ദിവസത്തെ പഴക്കമുണ്ട് സാർ. 4-5 ടവറുകളിൽ നിന്നായിട്ട് 5 ലക്ഷത്തോളം കോൾ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുമ്പോൾ സമയമെടുക്കും സാർ. മാക്സിമം സ്പീഡ് ആക്കണം. അതെ സാർ. സാർ, പിന്നെ ഈ ബോഡി പാർട്സ് കിട്ടിയ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു പത്രക്കടലാസ് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ബ്ലഡ് സ്റ്റെയിൻ കാണുന്നുണ്ട് സാർ. പത്രം ഞാൻ വെരിഫൈ ചെയ്തിരുന്നു. കോട്ടയം എഡിഷനാണ് സാർ. ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ കോട്ടയംകാരനാകാൻ ഒരു ചാൻസ് ഉണ്ട് സാർ. കൺട്രോൾ പുഞ്ചിറ, കൺട്രോൾ പുഞ്ചിറ. ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കൈപ്പത്തി ഇവിടെ കൈപ്പറ്റി സാർ. കൺട്രോൾ പുഞ്ചിറ, കൺട്രോൾ പുഞ്ചിറ. അതെ, ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇത് പോലീസിന്റെ ഏരിയ. നിങ്ങൾ അങ്ങോട്ട് പോകണം. ശരി സാറേ, ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇതിന് മുന്നേ വന്നത് കുഴപ്പമില്ല. പക്ഷേ ഇന്നലെ ഒരു പയ്യനോട് മരിച്ചാണ്. അതുകൊണ്ട് ഇടിവിലോട്ടെ നിൽക്കാൻ പറ്റില്ല. പോയിക്കോളും സാർ. അത് കുറെ ദൂരെ നിന്ന് വന്നതാണ്. ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങിക്കോളൂ സാറേ. എന്നാ കയറി പോച്ചല്ലേ. ഇടിവിലോട്ട് ചാവും നിങ്ങൾ. എന്നാൽ പറഞ്ഞാലും മനസ്സിലാവില്ല പോലീസുകാർക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി. ആ കയറി പോടോ ചെല്ലി. എല്ലാവരും വിളിച്ചു വരും. പിള്ളേരൊക്കെ നമുക്ക് പോയത്. സാർ, ശരി സാർ, ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കാം സാർ. ഓക്കെ സാർ, വണ്ടി പൂച്ചിലേക്ക് വിടും. നമുക്ക് ഇൻക്വസ്റ്റ് പോകട്ടെ. ഫോറൻസിക്കാരൊക്കെ അവിടെ ഇവിടെ മൊത്തം വയർലെസ് കമ്മീഷനും പോയി നോക്കാം. DVS പറഞ്ഞു പോയി നോക്കാം. അതല്ല ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം. നേരത്തെ വില കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. അത് ഞാൻ ഫ്രണ്ട് അയാളുടെ വലിയ ഷോ ആണ്.
സാറേ സെറ്റ് വർക്കല്ലേ? അതുപോലെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ശരി സാറേ. അന്നൊന്ന് കടമ്പിട്ട് CA എന്ന് വന്നു നമ്മുടെ യൂണിഫോം കിട്ടില്ല. നീ ഇത് ഓഫാക്കി വെച്ചിട്ടുണ്ടോ? വയർലെസ് വർക്കായല്ലോ. എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോയാലോ? തീരുമാനിക്കും. താഴെ പോലെ കുളിക്കാൻ പോയി. കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കാപ്പി എടുക്കാൻ. ആദ്യം ഇച്ചിരി വെള്ളം എന്താ കുടിക്കാൻ? സാറേ അത് കയറിക്കും, മില്ലടിക്കും. അകത്തല്ല വെള്ളം ഉണ്ടോ നോക്കി. ഓരോ കാട്ടപരാധികളായിരുന്നു മനുഷ്യരെ കുട്ടിയുറപ്പിച്ചിരിക്കാൻ പറ്റുന്നത്. ഇവരുടെ മാത്രമേക്ക് കുത്തിക്കിഴപ്പ് കാരണം ബാക്കിയുള്ളവരെ അനുഭവിക്കുന്നു. സാറേ അവിടെ എന്തെങ്കിലും ഒരു അണലിൽ കണ്ടായിരുന്നു. ഇങ്ങോട്ട് മറിക്കോ. Bravo 2 ആൻസറിങ് സാർ. ഓവർ. സാർ മരണപ്പെട്ട പെൺകുട്ടികളിൽ നിന്ന് സംശയിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഇടമറുക ഭാഗത്തു നിന്ന് ലഭിച്ച നാട്ടുകാർ അറിയിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് സാർ. അറിയിച്ചോളാം. സാറേ മരിച്ച പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ഒരു മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട്. നമ്മളോട് ചെല്ലാൻ പറയും. വണ്ടി എടുക്കണോ? വണ്ടി അടുത്തോട്ട് പിടിച്ചോ സാറേ. പോട്ടെ. എന്തിനാ സാറ് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നത്? അപ്പോഴേ പറഞ്ഞല്ലേ.
ഫോൺ കിട്ടിയിട്ട് എന്തായി? സാർ അത് ഇടുക്കിയിലുള്ള അമൃത എന്ന കൊല്ലപ്പെട്ട സ്ത്രീയാണ് സാർ മൊബൈൽ ഫോൺ. അവരൊരു ഹൈസ്കൂൾ ടീച്ചറാണ് സാർ. കോട്ടയത്താണ് അവർ വർക്ക് ചെയ്യുന്നത്. മൊബൈൽ ഫോണും കോൾ ഡീറ്റെയിൽസും വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി സൈബർ സെല്ലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാർ ആ സ്ത്രീയുടെ ഭർത്താവും അതും ഇവിടെ AR ക്യാമ്പിലെ പോലീസുകാരനാണ്. അവർ തമ്മിൽ അത്ര നല്ല റിലേഷനില്ലെന്നാണ് സാർ അറിയാൻ കഴിഞ്ഞത്. ആരാണ് സാറേ കൊന്ന്? ആരാന്ന് കൊന്ന്? ആ കുഴിയിലെ കൈപ്പതി കണ്ടല്ലോ. ഞാനാരും കൊന്നിട്ടില്ല. പിന്നെ കയ്യാരരുത്. അതെൻ്റെ ഭാര്യയുടെയാണ്. അമൃത. എന്തിനാ സാറേ കൊന്ന്? പറഞ്ഞില്ലേ ആരും കൊന്നറില്ലെന്ന്. പിന്നെ കൈപ്പത്തി എങ്ങനെ കൊടുക്കും? ആതിരത്ത് പൊങ്ങത്തുവത്തിന്റെ മാനസികത്തിനൊക്കെ അറിയോ? ഹണിമൂൺ ഡിപ്രഷൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. മരുന്നും മന്ത്രവും മയിലട്ടെ എൻ്റെ 6 വർഷം പോയി കിട്ടി. എനിക്ക് വേറെ മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനിടയിൽ എപ്പോഴും അവൾക്ക് വേറെ ബന്ധമുണ്ടായിരുന്നു. ഞാൻ അന്വേഷിക്കാനോ പിടിക്കാനോ പോയില്ല. ഒരു കുറ്റം പണ്ട് കാര്യമില്ലല്ലോ. അവൻ്റെ മനസ്സിൽ അവളുടെ ശരീരം മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ അമൃത, അമൃത,
പ്രഗ്നന്റ് ആണ്. ഇനിയും നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. മാപ്പ്. അപ്പൊ സാറ് പ്രതിയാവൂലേ? അവളെ എത്രമാത്രം എനിക്ക് ഇഷ്ടമുള്ള കാര്യം നിനക്കറിയാറുന്നില്ലേ? അവളെ കണക്കിനൊരു പാവത്തിനെ ഇങ്ങനെ പണി കൊടുത്തുള്ളവനെ ഞാൻ പണി കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എന്നിട്ട് സാർ അവനെ എന്ത് ചെയ്ത്? ഇതൊക്കെ ചെയ്തിട്ടും ആൾക്കാരുടെ മുമ്പിൽ മാനായിട്ട് നടക്കാനോ സമ്മതിക്കില്ല. കൊന്നുപോവില്ലേ? അത് തിന്നാ തീരും. അവൻ അവളുടെ വീട്ടിലുണ്ടാക്കിയത് ഞാൻ അവനെ കൊണ്ടെന്നെ തിരിച്ച്. സ്ത്രീ കോട്ടയത്ത് ഹോസ്റ്റലാണ് സാർ നിന്നിരുന്നത്. സാർ, ആ സ്ത്രീയുടെ ഫോണിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോളുകൾ പോയിരിക്കുന്ന സുധി എന്ന പോലീസുകാരൻ്റെ ഫോണിലേക്കാണ്. 4 ദിവസം മുന്നേ ഈ 2 നമ്പറുകളും കോട്ടയത്തുള്ള ഒരു ടവർ ലൊക്കേഷൻ്റെ കീഴിലുണ്ടായിരുന്നു സാർ. ബോഡി പാർട്സ് കിട്ടിയിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഇയാളുടെ പ്രസൻസ് ഉണ്ട്. ഫോണിലെ വാട്സപ്പിൻ്റെ ചാറ്റ് റിട്രൈവ് ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ ഡോക്ടറെ കണ്ടു. 4 മാസമായി. ഇത് ഒഴിവാക്കാൻ പറ്റുന്ന സ്റ്റേജ് അല്ല. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. എന്റെ അവസ്ഥ അറിയാലോ, ഞാൻ വരാം. നാടിനെ നടുക്കിയ കോട്ടയം കൊലപാതക കേസിൽ വഴിത്തിരിവ്. മൃഗീയമായി കൊല്ലപ്പെട്ടത് അജ്ഞാതയായ സ്വദേശി അമൃത. കോട്ടയം AR ക്യാമ്പിലെ പോലീസ്
ഉദ്യോഗസ്ഥൻ മധുവിന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ട അമൃത. ഫോറൻസിക് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും കണ്ടെത്തിയ തെളിവുകളാണ് കേസിൽ നിർണായകമായത്. മൃതദേഹം കുത്തിനുറുക്കി ശരീരഭാഗങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ഫസ്റ്റ് ഈ പേരും അഡ്രസ്സും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒന്നും പപ്പും പൂടയും പോലും കാണത്തില്ല. അത് ചെയ്യല്ല, പറ്റിപ്പോയി സാറേ. നിന്നെ കൊല്ലണമെന്നൊരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ നീ ആ കൈപ്പതി കണ്ടുകൊണ്ട് മാത്രം. പറയില്ല സാറേ, പറ്റിപ്പോയി സാറേ. നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് കുറ്റം തോന്നിയിട്ടുണ്ടോ? ബ്രാവോ 24 ആൻസറിംഗ് സർ. സാർ ഭയങ്കര മഴ കാരണം വഴിയൊന്നും കാണാൻ പറ്റില്ല സാർ. നിങ്ങൾ വെയിറ്റ് ചെയ്യാം സാർ. ശരി സാർ, ഉടനെ പൊക്കോളാം. എന്തോ നോക്കിയിരിക്കുക, വണ്ടി എടുക്കുക. സാറേ കയറി. കൊല്ലപ്പെട്ട സ്ത്രീയുടെ കൈപ്പത്തി കുഴിച്ചിട്ടല്ലേ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് സാർ. മിന്നലിന്റെ പോലീസ് സാറിന് ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം സാർ. ഓക്കെ സാർ. ആരെങ്കിലും വീട്ടിൽ ആവശ്യമൊക്കെയുള്ളല്ലേ വെള്ളത്തിൻ്റെ എന്ത് സാർ നോക്കുന്നുണ്ട്? ശരി. കൈപ്പത്തിയുടെ 2 ഇഞ്ച് താഴെ വെച്ച് മുറിച്ച് മാറ്റപ്പെട്ട നിലയിൽ കാണുന്നു. കൈവെള്ളക്കകത്ത് മുറിവ് കാണുന്നു. ഫിംഗർ ടിപ്പിൽ സ്കിന്നില്ല. കഴുത്ത് സാധാരണ കഴുത്തിൽ പൊള്ളലേറ്റ നിലയിലുള്ള ഒരു പാട് കാണുന്നു.
7 സെന്റിമീറ്റർ നീളം. വലത് കയ്യിൽ 7 സെന്റിമീറ്റർ കരിവാളിപ്പ് തൊലി അടർന്ന നിലയിൽ. കയ്യിൽ 7 സെന്റിമീറ്റർ നീളത്തിൽ പൊള്ളിയ പാട് കാണാം. ബ്രൗൺ നിറത്തിലുള്ള ടീഷർട്ട്, നീല നിറത്തിലുള്ള ട്രാക്ക് സൂട്ട് ധരിച്ചതാണ്. ഷൂ ക്യാൻവാസ് കൂടപ്പിറപ്പിനെ പോലെ കൂടെ കൊണ്ടു നടന്നവനട്ടാ കുടുംബത്തിൽ കയറി പണി കൊടുക്കും. ദയവായിട്ട് ഇവനായിട്ടൊക്കെ പണി കൊടുക്കുക. അവസ്ഥയിലാണ്. സാർ ഇൻക്വസ്റ്റ് കഴിഞ്ഞു. 174 ആണ്. ഇന്നലെ രാത്രി ഏരിയൽ റിപ്പയർ ചെയ്യുന്നിടയ്ക്ക് ലൈറ്റിംഗ് അറസ്റ്റിൽ ഷോക്കേറ്റാണ് സാർ. സംശയകരമായ ഒന്നുമില്ല സാർ.